ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് എ പത്മകുമാർ. തെറ്റ് ചെയ്തിട്ടില്ലെന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കില്ല എന്നുമായിരുന്നു വിശദീകരണം. പ്രത്യേക ദൂതൻ വഴിയാണ് പാർട്ടിയെ എ പത്മകുമാർ നിലപാട് അറിയിച്ചത്. വിശദീകരണം തിങ്കളാഴ്ച ചേരുന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നടപടി വേണമെന്നത് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിൽ തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി ജില്ലയിൽ നേരിട്ടു. ആറന്മുളയിൽ സ്വന്തം നാട്ടിൽ, അതായത് പത്മകുമാറിന്റെ നാട്ടിലടക്കം ഇത്തവണ തെരഞ്ഞെടുപ്പ് പൊരിഞ്ഞ പോരാട്ടമാകുന്ന ഉറപ്പാണ്. അപ്പോൾ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ആ ചോദ്യത്തിന് ഈ വീട് കയറുമ്പോൾ മറുപടി പറയാൻ വിയർക്കേണ്ടി വരും പാർട്ടിയല്ലേ? ഗോകുൽ, ദിൽന, ഗുഡ് മോർണിംഗ്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എ പത്മകുമാറിനെതിരെ പാർട്ടിയുടെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി വളരെ വേഗം തന്നെ ഇനി ഒട്ടും വൈകാതെ പത്മകുമാറിന് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതിന്റെ സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ പത്മകുമാറിൽ നിന്ന് വിശദീകരണം തേടാൻ ആദ്യഘട്ടത്തിൽ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാകുന്നു, അറസ്റ്റിലായി ജയിലിലാകുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കുമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ജില്ലാ നേതൃത്വം തപാലിലൂടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാറിനോട് വിശദീകരണം ചോദിച്ചത്. ഈ വിശദീകരണത്തിനാണ് പ്രത്യേക ദൂതൻ വഴി ഇപ്പോൾ പത്മകുമാർ മറുപടി നൽകിയിരിക്കുന്നത്. ഈ മറുപടിയിൽ പത്മകുമാർ പറയുന്നത് താൻ ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജില്ലാ നേതൃത്വം പത്മകുമാറിന് തപാലിലൂടെ കത്തയച്ചത്. അതിനും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് പത്മകുമാർ ആവർത്തിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ തനിക്കൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലായ പല ആളുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്, അവരും തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ തന്നെ ഇതിൽ കുടുക്കുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി പ്രത്യേക ദൂതൻ വഴി കൊടുത്തയച്ച കത്തിലുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി ചർച്ച ചെയ്യാനായിട്ട് തിങ്കളാഴ്ച നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. തിങ്കളാഴ്ച 16-ാം തീയതി ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും പത്മകുമാറിന്റെ ഭാവി എന്താണ്, CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എന്തുകൊണ്ട് പത്മകുമാറിനെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു നിർണായകമായിട്ടുള്ള ജില്ലാ സെക്രട്ടറി യോഗമായിരിക്കും തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലയിൽ ചേരുക. അതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരെ നടപടി വേണം എന്നുള്ളത് ജില്ലയിലെ തന്നെ ഉയർന്ന രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ പത്മകുമാർ നാളായിട്ടുള്ള ആറന്മുളയിലടക്കം ഇത്തവണ രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെ കാണപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ പത്മകുമാർ ഇടയാക്കരുത്. അപ്പോൾ ആ രീതിയിൽ പത്മകുമാറിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ളത് പൊതുവിൽ ഉയർന്ന അഭിപ്രായമാണ്. അങ്ങനെ പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ജില്ലയിലെ രാഷ്ട്രീയ സ്വാധീന വ്യക്തി തന്നെ പറയുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് നിർണായകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗം. തീർച്ചയായും പത്മകുമാറിനെതിരെ നടപടി എടുക്കാതെ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധത്തിന് ഇടയില്ല, അല്ലെങ്കിൽ ഒരു വാദത്തിന് ശക്തി പോകും എന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ CPM നേതാക്കളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ച് അടുത്ത ആഴ്ച തന്നെ ഒരു നടപടി പ്രതീക്ഷിക്കാമെന്നാണ് വരുന്ന സൂചനകൾ. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.